ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. കിതാബു സക്കാഹ് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് തുടങ്ങിയ കിതാബുൽ ഇൽമ്, പിന്നെ കിതാബ് സ്വലാത്ത്, ഇങ്ങനെ പോന്ന, പിന്നെ കിതാബ് സൗമ്, ഇപ്പം കിതാബു സക്കാത്ത്. ഇനി ഇതിനിടയിൽ കുറേ ബാബുണ്ടോ? അൽ ഫസ്ലുൽ അവ്വലു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ മുആദൻ. ബഹുമാനപ്പെട്ട സഹാബിയാവുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിൻ്റെ റസൂൽ നിയോഗിച്ചു. എങ്ങോട്ട്? ഇലൽ യമൻ, യമനിലേക്ക് അവിടുത്തെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞയച്ചു. ഫഖാല, പോയപ്പോൾ തങ്ങൾ പറഞ്ഞു ഇങ്ങനെ: ഇന്നക മുആദേ, താങ്കൾ പോകുന്നു കൗമൻ, ഒരു കൗമിൻ്റെ അടുത്തേക്ക്, അഹ്ല കിതാബ്, ജൂത ക്രിസ്ത്യ വിഭാഗമാവുന്ന അഹ്ല കിതാബികളാവുന്ന ഒരു കൗമിൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫദൂഹും ഇലാഹ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഹക്കിലേക്ക് അവരെ നിങ്ങൾ വിളിക്കണം. വൈൻഹും അതാഉ ലിദാലിക, അതിന് അവർ സമ്മതിച്ചാൽ, അനുസരിച്ചാൽ, ഫഅലിംഹും, അവർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, അന്നല്ലാഹ ഖദ് ഫറള അലൈഹിം ഖംസ സ്വലവാത്ത്, അള്ളാഹു നിങ്ങളുടെ മേൽ നിർബന്ധിതമാക്കിയിരിക്കുന്നു 5 വട്ടം നിസ്കരിക്കൽ, ഫിൽ യൗമി വൽ ലൈല, രാപ്പകലുകളിലായിട്ട് 5 വട്ടം നിസ്കരിക്കൽ അള്ളാഹു നിർബന്ധിച്ചിട്ടുണ്ട് എന്നാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. കലിമെല്ലാം തയ്യാറായാലേ അതിന് അവർ തയ്യാറായാൽ, ഫഅലിംഹും, അവർക്ക് അറിയിക്കണം, അന്നല്ലാഹ ഖദ് ഫറള അലൈഹിം സദഖ, അള്ളാഹു നിങ്ങളുടെ മേൽ സക്കാത്ത് ഫറളാക്കിയിട്ടുണ്ട്. ഒക്കെ കിട്ടണമൊക്കെ പാഠം ചെയ്യാൻ പറ്റൂല, അവനാൻ്റെതാക്കി പിടിച്ചാൽ പറ്റൂല, കുറച്ച് കൊടുക്കണം. തൂഹദു, അതിനെ പിടിക്കപ്പെടും, മിന്നഗ്നിയാഇഹിം, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഉള്ള സമ്പന്നന്മാരിൽ നിന്ന് പിടിക്കപ്പെടുകയും, എന്നിട്ട് തുറദ്ദു അലാ ഫുഖറാഇഹിം, പാവങ്ങളുടെ മേൽ തട്ടപ്പെടുകയും ചെയ്യും. അപ്പം വലിയോലേക്കെന്ന് വാങ്ങി താഴെക്കടക്കാർക്ക് കൊൽക്കപ്പെടുന്നതായ സക്കാത്ത് ഫറലാക്കീന് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതിനും അവർ സമ്മതിച്ചാൽ, ഫഅലിഹും, അവർക്ക് അറിയിക്കണം, അന്നല്ലാഹ ഖദ് മാറിയില്ലേ? ഇന്നഹും അതാഉ ലിദാലിക, അതിന് അവർ തയ്യാറായാൽ, ഫയ്യാക്കാൻ, ഇന്നീ സൂക്ഷിക്കണം, കറായിമാം വാലിഹിം, അവർ സമ്പത്തുകളിൽ നിന്ന് മുന്തിയ നോക്കി പിടിക്കലിനെ സൂക്ഷിക്കണം. ഒരാടത്ത് 40 ആടുകളുണ്ട്, കൂട്ടത്തിൽ നല്ല അടിപൊളി ഒരാടുണ്ടായി. ഓനതിങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ഉഷാറാക്കി കൊഴിപ്പിച്ച് ഇങ്ങനെ ഉഷാറാക്കി കൊണ്ടെടുക്കണം. അതിന് തന്നെ നോക്കി പിടിച്ചുകൊണ്ട് പോകരുത്, ശരിയല്ലേ? അത് കരുതണം. അവിടെ സമ്പത്തിൽ നിന്ന് ആ കരീമായതുണ്ടല്ലോ, ഏറ്റവും ഉഷാറും ഏറ്റവും മുന്തിയതുമായ സാധനം, ആ ബലപിടിപ്പുള്ള അത് തന്നെ നോക്കി പിടിക്കലും നല്ല കരുതണം. പിന്നെ വത്തക്ക് ദഅവത്തൽ മദ്ലൂം, മുആദേ, താങ്കൾ നല്ലോണം കരുതണം, ആക്രമിക്കപ്പെടുന്നവൻ്റെ ദുആഇനെ കരുതണം. നിങ്ങളൊക്കെ ദുൽമ് പറ്റിപ്പോയാൽ, നിങ്ങൾ ആർക്കെതിരെയാണ് ദുൽമ് ചെയ്തതെങ്കിൽ അവൻ്റെ ഉള്ളിൽ നിന്നൊരു ദുആ നടത്താം. പടച്ചോൻ എജി കാണുന്നുണ്ടല്ലേ, അതുണ്ടല്ലോ, നല്ലോണം കരുതണം. പിന്നെ ഇന്നഹു, നിശ്ചയമായിട്ടും കാര്യം, ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബ്, ആ ദുആൻ്റെയും അള്ളാഹിൻ്റെയും ഇടയിൽ മറയില്ല. അതുകൊണ്ട് ദുൽമ് ചെയ്യാൻ പോകണ്ട, മദ്ലൂം ദുആ എടുക്കണ കരുതണം. മുത്തഫഖുൻ അലൈഹി. وعن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم ما من صاحب ذهب ولا فضة, സ്വർണത്തിൻ്റെയോ വെള്ളിൻ്റെയോ ഒരുടമയും തന്നെ ഇല്ല. എങ്ങനത്തെ ഉടമക്കാരനാണ്? ലാ യുഅദ്ദി മിന്നാ ഹഖഹ, അതിൽ നിന്ന് ഇവൻ അവൻ്റെ ബാധ്യത വീട്ടൂല. അങ്ങനത്തെ ഒരു മുതലാളിയും ഇല്ല. ഇല്ലാ ഇദാ കാന യൗമൽ ഖിയാമ, ഇല്ലാ ഇദാ കാന, ആയിട്ടല്ലാതെ അന്ത്യനാളിലെ, സുഫിഹത്ത്, ആ സ്വർണ്ണവെള്ളികളെയൊക്കെ ഒരു പലകയാക്കപ്പെടുന്നു. ലഹു, അവനിക്ക് സഫായിഹ, കുറേ പാളികളായിട്ട്, മിന്നാരി, തീയിനാലുള്ളതായിരിക്കുന്ന പാളികളായിട്ട് അവൻ്റെ സ്വർണ്ണവെള്ളിയെ ആക്കപ്പെടുന്നു. ഫൗഹുമി അലൈഹ ഫീ നാരി ജഹന്നം,
ആറ് ജഹന്നമിലായ നിലയിൽ ആ പലകൻ്റെ മേലിൽ ഇവനിക്ക് ചൂട് വെക്കപ്പെടുന്നു. ഫയുക്കുവാ ചൂടാക്കപ്പെടുന്നു. നാറ് ജഹന്നമിലിട്ടുങ്ങാണ്ട് അതിനെ ചൂടാക്കുന്നു. എന്നിട്ട് ഫൈക്കുബാബിയ ജംബുഹു വ ജബീനുഹു വ ലഹുറുഹു, ഈ മുതലാളിൻ്റെ പാർശ്വങ്ങളും അവൻ്റെ നെറ്റിത്തടവും അവൻ്റെ പുറഭാഗവും പിൻഭാഗവും ഇതുകൊണ്ട് ചൂട് വെക്കപ്പെടുന്നു. കുല്ലമാ റുദ്ദത്ത്, അതിനെ ഒരു വട്ടം ചൂടാക്കപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും മടക്കിയിട്ട് ഒഴുതത്തിലഹൂ, അതിലേക്ക് വീണ്ടും മടക്കപ്പെടുന്നു. ആദ്യം ചൂടാക്കും, പിന്നെ നരകത്തിൽ ചൂടാക്കും, പിന്നെ തിരിച്ചു വെക്കും, പിന്നെ ഒഴിവാക്കും, പിന്നെ ചൂടുവെക്കും. അങ്ങനെ വീണ്ടും 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 അവനിങ്ങനെ മേത്ത് കണ്ട് ഈ സ്വർണ്ണ വെള്ളിൻ്റെതായിരിക്കുന്ന ചുട്ടുപഴുത്തതായിരിക്കുന്ന ആ തീപ്പാളികളെ കൊണ്ട് അവന് ചൂട് വെക്കപ്പെടുകയാണ്. അവൻ്റെ ജമ്പിലും ജബീനിലും ലഹറിലും. എപ്പോഴെത്ര കാലം നടക്കണമെന്നറിയോ? ഫിയൗമിൻ, ഒരു ദിവസമാണ് നടക്കുന്നത്. കാന മിഖ്ദാറുഹു 50 അൽഫ സന, അതിൻ്റെ ദൈർഘ്യം എത്രയാണെന്നറിയോ? 50,000 വർഷത്തെ ദൈർഘ്യമാണ്. അങ്ങനെയുള്ള യൗമിൽ ഇത് വീണ്ടും വീണ്ടും ഇആദത്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹത്താ യുഖ്ളാ ബൈനൽ ഇബാദ്, അടിമകൾക്കിടയിൽ തീരുമാനപ്പെടുക്കപ്പെടുന്നത് വരെ. നരകത്തേക്ക് എത്തിയിട്ടുള്ള വേറുണ്ട്. ഇത് നരകത്തേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് അവൻ മഹ്ശറാവൻ സഭയിൽ നിൽക്കുന്ന 50,000 കൊല്ലം അനുഭവിക്കുന്ന അനുഭവമാണ് ഈ പറയുന്നത്. പിന്നെ അങ്ങനെ ഫയറാസബീലഹു, അവൻ്റെ വഴിയെ അവൻ കാണുന്നു. ഇമ്മായിലൽ ജന്ന വ ഇമ്മായിലന്നാർ, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. കീലയാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഒരാൾ ചോദിക്കാണ് ഫല്ലിബിലു, അപ്പോൾ ഒട്ടകത്തിൻ്റെ തക്കാത്തുർക്കാത്തവനോ? സ്വർണ്ണവെള്ളിൻ്റെ മനസ്സിലായി. കാലാത്തങ്ങൾ പറഞ്ഞു വല സാഹിബു ഇബിലിൻ, ഒരൊട്ടകക്കാരനുമില്ല. ലായുദ്ദി മിന്നാക്കാതിൽ നിന്ന് അവൻ്റെ സക്കാത്തിൻ്റെ ബാധ്യത വീട്ടാത്ത. ഓമിൻ ഹക്കിഹ, ഇല്ല എന്തില്ല എന്ന് വേക്കിഞ്ഞ് ഇല്ലട്ട് വരും. എൻ്റെ അടിയിൽ ഒരു മുഴത്തരുന്ന് പറയാം. മിൻ ഹക്കിഹ, ഈ ഒട്ടകത്തിൻ്റെ ഹക്കിൽപ്പെട്ടതാണ്. ഹൽബുഹ യോമവിർദിഹ, അത് വെള്ളം കാട്ടാൻ വേണ്ടിങ്ങാണ്ട് വരുന്ന നേരത്ത് അതിനെ കറന്നെടുക്കൽ അതിൻ്റെ ഹക്കിൽപ്പെട്ടതാണ്. അതിൻ്റെ അടി തിരിക്കുകയാണ് കേട്ടോ. ഞാൻ മുഴത്തരുതാണ്, അത് കഴിഞ്ഞ് ഇനി മറ്റേത് ബാക്കി പറയാം. അതിൻ്റെ ഹക്ക് വീട്ടാത്ത ഒരു സാഹിബുലിവിലും തന്നെ ഇല്ല. ഇതാക്കാന യൗമൽ ഖിയാമത്തി ബുത്തിഹലഹൂ, അന്ത്യനാളാകുമ്പോൾ ആയിട്ടല്ലാതെ ബുത്തിഹ, അവനെ തള്ളി വീഴ്ത്തപ്പെടുന്നു. ലഹായി, ഒട്ടകത്തിന് വേണ്ടി. ബിക്കാഴിൻ, ഒരു നിരപ്പായ സ്ഥലത്ത്, ഒരു ഭൂപ്രദേശത്ത്. കർക്കരിൻ, കല്ല് നിറഞ്ഞതായിരിക്കുന്ന ഒരു ഭൂപ്രദേശത്ത് ഇവനെ ആ മൃഗത്തിന് വേണ്ടി തള്ളി വീഴ്ത്തപ്പെട്ടിട്ട്. ഔഫറമാക്കാനത്ത്, ആ ഒട്ടകം അതിലുണ്ടായതിൽ ഏറ്റവും പരിപൂർണമായ നിലയിൽ. അന്ന് കാലൊടിഞ്ഞ ഒട്ടകയിനെങ്കിൽ ഇവിടെ ഒന്നും വന്നിട്ടുണ്ടാവില്ല, കാലിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കയ്യിന് ശക്തി കുറവുള്ളതാണെങ്കിൽ അന്ന് ശക്തി കുറവൊന്നും ഉണ്ടാവില്ല. നല്ല ഔഫറമാക്കാനത്ത് ആ ഒട്ടകം ഉണ്ടാവുന്നതിൽ ഏറ്റവും പരിപൂർണമായ നിലയിൽ ഇവൻ ചവിട്ടി ശരിയാക്കാൻ വേണ്ടിങ്ങാണ്ട് വീഴ്ത്തപ്പെടുന്നു. എന്നിട്ട് ലാ യഫ്കുദു മിന്നാ ഫസീലൻ വാഹിദ, ഒട്ടക കുട്ടിയെപ്പോലും അതിൽ നിന്നില്ലാതാക്കൂല. ഓൻ്റെ അടുത്ത് 251 ഒട്ടകം ഉണ്ടെങ്കിൽ 251 അവിടെ ഉണ്ടാകും. ഒന്ന് കുട്ടിയാണെങ്കിൽ ആ കുട്ടി വരെ അവിടെ ഉണ്ടാവും. എന്നിട്ട് തൗതൗഹു, അവകൾ മുഴുവൻ ഇവന് ചവിട്ടുന്നു. ബിഅഹ്ഫായിഹാ, അവരുടെ കുളമ്പുകളെ കൊണ്ട് ഇവന് ചവിട്ടുന്നു. തഅല്ലുഹു ബിഅഫ്വാഹിഹ, അവരായകളെ കൊണ്ട് കടിക്കുകയും ചെയ്യുന്നു. ഖുർറമക്കുല്ലമാ മർറലൈഹി ഊലാഹ, ആദ്യം വന്ന ടീം ഇങ്ങനെ ഇവൻ നടന്നങ്ങ് പോകുമ്പോൾ റുദ്ദലൈഹി ഉഖ്റാഹ, അവൻ അവസാനം പോയതിന് ആദ്യത്തേന് ഇവരിങ്ങ് റദ്ദ് ചെയ്യപ്പെടുന്നു. റൗണ്ട് അടിച്ചിങ്ങനെ വരികയാണ്, തീരണില്ല. ഫിയോ മിങ്കാന മിഖ്ദാറുഹു 50 അൽഫ സന ഹത്താ യുഖ്ളാ ബൈനൽ ഇബാദ് ഫയറാ സബീലഹു ഇമ്മാ ഇലൽ ജന്ന വ ഇമ്മാ ഇലന്നാർ. ഖീലാബ് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് ഫൽ ബഖറു വൽ ഗനമു, അപ്പം ആടുമോ? കാലാതങ്ങൾ പറഞ്ഞു വലാ സാഹിബു ബഖരിൻ വലാ ഗനമില്ല യുഅദ്ദി മിന്നാ ഹഖഹ ഇല്ലാ ഇദാ കാന യൗമുൽ ഖിയാമ, അന്ത്യനാളിലായിട്ടല്ല. അത് ഉത്തിഅലഹു ബികാഇൻ കർകരില്ല യഫ്കുദു മിന്നാ ശൈഅ ലൈസ ഫീ അഖ്സാഉ, അതിൻ്റെ കൂട്ടത്തിലില്ല അഖ്സാഉ, കൊമ്പ് പൊട്ടിയതില്ല. വലാ ജൽജാഉ, കൊമ്പ് കൂടിയത് എന്നാണ് അഖ്സാദ് പറഞ്ഞാൽ. ജൽജാഗ് എന്ന് പറഞ്ഞാൽ കൊമ്പ് ഇല്ലാത്തതെന്ന് അർത്ഥം. അൽബാഗ് എന്ന് പറഞ്ഞാൽ കൊമ്പ് പൊട്ടിയെന്ന് അർത്ഥം. അപ്പോൾ അത് മൂന്നും തന്നെ ഇല്ല.
ഇതെന്താ ഇങ്ങനെ ഇല്ല. അത്ര ചുരുക്കി പറഞ്ഞാൽ കൊമ്പ് ഫുള്ള് കൊമ്പുണ്ടെങ്കിൽ കൊണ്ട് അവിടെ മാസറി വരുമ്പം എല്ലായിടത്തും കൊമ്പുണ്ടാകും, എല്ലാമാടത്തും എല്ലാ അവയവവും ഉണ്ടാകും. എന്നിട്ട് തന്തഹു, എന്നിട്ട് അതിന് ഏറ്റകളിട്ടുള്ള കുത്തുന്നു ബി കക്രാനി, ആ കൊമ്പുകളെ കൊണ്ട് ബി കുറൂനിഹ എന്നുള്ളിൽ കൊമ്പുകളെ കൊണ്ട് കുത്തുന്നു. ഇപ്പം തത്തഹു ബി അൽഫിഹ, അവരുടെ കുളമ്പുകളെ കൊണ്ട് ഇവർ ചവിട്ടുകയും ചെയ്യുന്നു. കുല്ലമാമറലൈഹി ഉലാഹറുദ്ദലൈഹി ഉഖറാഹ ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന അൽഫി അൽ 50 അൽഫ സനത്തിൻ ഹത്താ യുഖല്ലാ ബൈനൽ ഇബാദ് യറാ സബീലഹു ഫയറാ സബീലഹു ഇമ്മാ ഇലൽ ജന്ന വ ഇമ്മാ ഇലൻ നാർ. ഖീല യാ റസൂലല്ലാഹ്, ചോദിച്ചു അല്ലാഹുവിൻ്റെ റസൂലേ, ഫൽ ഖൈലു, അപ്പോൾ കുതിരയോ? കാലാതങ്ങൾ പറഞ്ഞു ഫൽ ഖൈലു സലാസ, ഹൈലിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് പരത്തി പറയാണ്ട്. തങ്ങൾ പറഞ്ഞു ഹൈലു സലാസ, ഹൈലിനെ പറ്റി പറയുമ്പോൾ 3 ആക്കി പറയണം. ഈ കുതിരാറിന സാധനം ലി റജുലിൻ വിസുറുൻ, ചിലോൽക്ക് അത് കുറ്റം കിട്ടാണ് മഴിയാൻ. വഹിയ ലി റജുലിൻ സിതിരിൻ, പിന്നെ വഹിയലി റജുലിൻ അജുറുൻ, ഒരാൾക്ക് കുറ്റാണ് ഒരാൾക്ക് കൂലിയാണ്. ഫഅമ്മല്ലത്തി ഹിയ ലഹു വിസ്റുൻ വഹുവ റജുലുൻ റബതഹ റിയാഅൻ വ ഫഖറൻ വലിയാൻ. ആ ചിത്രമായ നമുക്ക് നോക്കാം. വാക്യ വെച്ച് ഫഅമ്മല്ലത്തി ഹിയ ലഹു വിസ്റുൻ, കുറ്റമുള്ളതായിരിക്കുന്ന കുതിരക്കാരൻ, ഫറജുലിൻ, അതൊരു മനുഷ്യനാണ്, റബത്തഹാനോ കെട്ടിട്ടു, റിയാഅൻ, ലോകമാന്യത്തിന് വേണ്ടി. എൻ്റെ വീട്ടിൽ നല്ല കുതിര ഉണ്ട്, കാണാൻ വേണ്ടതേക്ക് വന്നോളി. എന്താ കുതിര, ഫഖറിന് വേണ്ടി കാണ്ടും ആൾക്കാരൊക്കെ തന്നെ പോകുമ്പോൾ സംഭവമായിട്ടെന്ന് പറയാൻ വേണ്ടി കാണ്ട്. പിന്നെ നിവാ എന്നല്ലേ വനിവാ അഹ്ലിൽ ഇസ്ലാം അല്ലേ? ഇവിടെ ഇനി ഫഅൽ ഖൈലു, അപ്പോൾ കുതിരയാകുന്നത്, സലാസത്തുൻ, 3 വിഭാഗമാണ്. ഇയാദിൽ റജുലിൻ വിസ്റുൻ, ഒരാക്കത് കുറ്റമാണ്. വയ്യൽ റജുലിൻ സിത്റുൻ, ഒരാക്കത് നരകത്തിനെ തൊട്ട് മറയാണ്. വയ്യൽ റജുലിൻ അജുറുൻ, അതിനൊരാക്കത് ആഖിറത്തിൽ വലിയ വണ്ണമായ കൂലിയുമാണ്. ഫമല്ലത്തി ഹിയ ലഹു വിസ്റുൻ, കുതിര കുറ്റമാകുന്ന ആൾ പറഞ്ഞാൽ അതൊരു കുതിരയാണ്. റജുലുൻ, മനുഷ്യനാണ്. റബത്തഹ, ഒട്ടകത്തെ അവൻ കെട്ടിയിട്ടു, റിയാഇന് വേണ്ടി, ഫഖർ കാണിക്കാൻ വേണ്ടിയും. ഇപ്പം നിവാ അനലാഹിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അയലുകാരുടെ മേലിൽ ശത്രുത കാണിക്കാൻ വേണ്ടി കാണ്ടോ. വഹിയലഹു വിസുറുൻ, അതോന് കുറ്റമാണ്. വമ്മല്ലത്തി ഹിയലഹു സിത്തുറുൻ, അതൊരു മറയായി മാറിയവനാരാന്നറിയോ? റജുലാണ്. റബത്തഹ ഫീ സബീലില്ലാഹി, അള്ളാഹിൻ്റെ മറയിലോ മാധ്യമത്തിൽ അള്ളാഹുവിൻ്റെ വഴിയിൽ അവനിന് കെട്ടിയിട്ടു, യുദ്ധത്തിന് വേണ്ടി ഇങ്ങാണ്ട് ഒരുക്കി വെച്ചു. സുമ്മലം യൻസഹക്കല്ലാഹി ഫീ ളുഹൂരിഹ, അതിൻ്റെ പുറത്തുകാരുന്നതിൻ്റെ കാര്യത്തിൽ അള്ളാഹിൻ്റെ ഹക്കവും മറന്നില്ല. അതിൻ്റെ അതായിരിക്കുന്ന യക്കാബിൻ്റെ കാര്യത്തിലും പിന്നെ എൻ്റെ ഇതിലാ ഓന് ഒന്നും ഹക്ക് മറന്നില്ല. കുടിക്കാണ്ടോട്ട് കുടിച്ചാൻ കൊടുത്തു, തിന്നാൻ കൊടുത്തു, പുറത്ത് കയറ്റിക്കണ ഭാരത്തുമ്മിലയാൾ എത്ര പറ്റും പറ്റാത്ത നോക്കി. അങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത് എങ്കിൽ വയ്യലഹു സിത്തുറുൻ, അതന്നെ നരകത്തിനെ തൊട്ടൊരു മറയാണ്. വമ്മല്ലത്തി ഹിയലഹു അജ്റുൻ, കൂലില്ലതായെന്നറിയാം. റജുലാണ് അജ്ല ഫീ സബീലില്ലാഹി അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അഹ്ലിന് വേണ്ടി മാത്രം സബീലുല്ലാഹിൽ കെട്ടി. ഫീ മർജിൻ വറൗളാ, ഒരു മേച്ചിൽ സ്ഥലത്തിലും ഒരു തോട്ടത്തിലും. അക്കരത്ത് മിന്താലിക്കൽ മറിച്ച് അവരോള, തോട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ മേച്ചിൽ സ്ഥലത്തിൽ നിന്ന് ആ ഒട്ടകം ഈ ജീവി തിന്നൂല. മീശയിൽ വസ്തുവിനെ തിന്നൂല. ഇല്ല കുതിബലഹു അതമാക്കലത്ത്, അത് തിന്നുന്നതിന് എണ്ണം കണ്ട് എഴുതപ്പെട്ടിട്ടല്ലാതെ, ഇവനിക്ക് ഹസനാത്തും സൽക്കം എഴുതപ്പെട്ടിട്ടല്ലാതെ, കുതിബലഹു അവൻ എഴുതപ്പെട്ടിട്ടല്ലാതെ, അത് അറുവാസികാവാലിക, മൂത്രത്തിൻ്റെയും കാഷ്ടത്തിൻ്റെയും എണ്ണം കണ്ട് ഹസനാത്തും സൽക്കർമ്മം. പലാത്തക്കു തിവാലഹ, അതിൻ്റെതായിരിക്കുന്ന പ്രായത്തിനത് വിട്ടുകിടക്കൂല. വസ്തന്നത്ത്, അത് വെളിവാവൂല. ഷറഫൻ, ഒരു കുന്നുമ്മൽ, ഷറഫൈൻ, 2 കുന്നുമ്മൽ വെളിവാവൂല. ഇല്ല കതബല്ലാഹു ലഹു, അള്ളാഹു അവനിക്ക് എഴുതിയിട്ടല്ലാതെ. അത് ആസാരിഹ, അതിൻ്റെ കാൽപാദത്തിൻ്റെ എണ്ണം കണ്ടും
വാറുവാസികാതിൻ്റെ കാഷ്ടത്തിൻ്റെ എണ്ണം കണ്ടും മസനാത്തിൻ സൽക്കർമ്മം പല മറ ബിഹ സാഹിബുഹാല നഹിരിൻ, അതിൻ്റെ ഉടമക്കാരൻ അതിനും കൊണ്ട് ഒരു പുഴൻ്റെ അരികിലൂടെ നടക്കൂല. അപ്പോൾ ശരീരത്ത് മിന്നു കേട്ടാ പുഴയിൽ നിന്ന് കുടിക്കൂല. പല ഇരീദോ എസ്കിയഹ, അത് കുടിപ്പിക്കാൻ ഇവൻ ഉദ്ദേശിക്കൂല. ഇല്ല കത്തബല്ലാഹുലഹു, ഇവൻ അള്ളാഹു എഴുതിയിട്ടല്ലാതെ അതും ആ ശരീരത്ത് അത് കുടിച്ചതിൻ്റെ എണ്ണം കണ്ട് ഹസനാത്തിൻ സൽക്കർമ്മം കീലയാ റസൂലല്ലാ. അപ്പോൾ ചോദിക്കപ്പെട്ട അള്ളാഹിൻ്റെ റസൂലെ ഫിൽ ഹുംറു, കഴുതയോ? കുതിരയ്ക്ക് മനസ്സിലായി, ഇനി കഴുതയോ? കാല, അള്ളാഹു റസൂൽ പറഞ്ഞു മാ ഉൻസില അലയ്യ ഫിൽ ഹുംറി ഷൈഉൻ, കഴുതിൻ്റെ കാര്യത്തിൽ എൻ്റെ മേലൊരു ഷെയ്യും ഇറക്കപ്പെട്ടിട്ടില്ല. ഇല്ല ഹാദിഹിൽ ആയത്തുൽ ഫാദത്തുൽ ജാമിയ, എല്ലാം കൂടി പൊതുവായി പറയുന്ന ഒറ്റായത്തല്ലാതെ ഏതാണ് ആയത്ത്? ഫമയ്യാമിൽ മിസ്കാല ദർറത്തിൻ ഹൈറൻ യറ ഫമയ്യാമിൽ മിസ്കാല ദർറത്തിൻ ഷർറൻ യറ, ആരെങ്കിലും ദർറത്തിൻ്റെ തൂക്കം ഹൈറ് ചെയ്താൽ അതിൻ്റെ ജസ അവൻ അറിയുക തന്നെ ചെയ്യും. ആരെങ്കിലും ദർറത്തിൻ്റെ തൂക്കം ദുഷ്കം മാണ്ടാത്ത ചെയ്താൽ അതിൻ്റെ ഫലവും അവൻ അറിയുക തന്നെ ചെയ്യുമെന്ന് പറയുന്ന ഈ പൊതുവായത്തല്ലാതെ കഴുതക്കായിട്ട് സ്പെഷ്യലായ എൻ്റെ മേലും ഇറക്കപ്പെട്ടിട്ടില്ല. റവാഹു മുസ്ലിം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വഅൻഹു അല്ലേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് തന്നെ അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ വല്ലവരുത്തനും ആത്താഹുല്ലാഹു മാലൻ, അവന് സക്കാത്ത് നിർബന്ധമുള്ള സമ്പത്ത് കൊടുത്താൽ, ഫലം യുഅദ്ദി സക്കാത്തുഹു, എന്നിട്ട് ആ സമ്പത്തിൻ്റെ സക്കാത്ത് അവൻ കൊടുക്കാതിരുന്നാൽ, മുസ്തില ലഹു മാലുഹു, അവൻ്റെ സമ്പത്തിനെ മുഴുവൻ അവന് കോലമാക്കപ്പെടുന്നു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, ശുജാഅൻ അഖറഅ, ഒരു മൊട്ടയായ പാമ്പായിട്ട്, ലഹു സബീബത്താനി, അതിന് രണ്ട് പത്തിയുണ്ട്, യുതവ്വഖുഹു, അവനിക്കതിനെ മാലയാക്കമായി ചാർത്തപ്പെടുന്നു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഓന് മുതലൊന്നും കാണാനില്ല, ദുന്യാവിൽ ഒരുപാട് മുതലിങ്ങനെ എന്ത് ചെയ്തീനി, വലിയ മുതലാളിയായി നിന്ന് ഈ മുതലൊക്കെ ഉണ്ട്. ഇനി മുതലിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി മാറ്റുന്നു? സർപ്പമാക്കി മാറ്റിയിട്ട് അവൻ്റെ കഴുത്തിൽ ചാർത്തപ്പെടും. സുമ്മയഹുദു, പിന്നെ ഈ സർപ്പം പിടികൂടുന്നു ബിലഹ്സമത്തൈഹി, ഓൻ്റെ രണ്ട് ലഹ്സമത്തിനെ എന്ന് പറഞ്ഞാൽ യവനി ഷതുക്കൈഹി, ഓൻ്റെ രണ്ട് വായൻ്റെ രണ്ട് സൈഡിനെ വേളക്ക് പിടിക്കാന്ന് പറയും എന്നെ. സുമ്മയക്കൂലു, എന്നിട്ട് ഈ സർപ്പം പറയുന്നു, അന മാലുക്ക അന കൻസുഖ്, ഞാൻ നിന്റെ സമ്പത്താണ്, നിന്റെ സൂക്ഷിപ്പാണ്. സുമ്മതല, പിന്നെ മുത്തനബി ഒരു സൂറത്ത് ആയത്തോതി, വലാ തഹ്സബന്നല്ലദീന യബ്ഖുലൂന ബിമാ ആതാഹുമുല്ലാഹു ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും സയുതവ്വഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. അന്നാടെ ഇല്ല കേട്ടോ, ഞാൻ ആയത്തെ പൂർത്തിയാക്കി പറഞ്ഞപ്പോൾ തൊള്ള കിട്ടിയപ്പോൾ ഓതി. അങ്ങനെ തന്നെയാണോ? ഇത് ഹൈർ പത്ത് തന്നെയാണ്, ഓതിയോ ബാച്ചാണ് ഈ കാര്യം. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന, അള്ള തന്നത് കൊണ്ട് പിശുക്കുന്ന ആളുകൾ വിചാരിക്കേണ്ട അത് ഹൈറാണ്, വിചാരിക്കേണ്ട അതൊരു ഷർറാണ്. ഓല പിശുക്ക് വെച്ചതായിരിക്കുന്ന മോദലിനെ ഓല് മാലയാക്കപ്പെടുന്നതാണ് എന്ന് അർത്ഥം വരുന്ന ആയത്ത് മുത്തുനബി അങ്ങ് ഓതുകയും ചെയ്തു. റവാഹുൽ ബുഖാരി. പിന്നെ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, റസൂലുള്ളാഹി പറയാണ്, മാ മിൻ റജുലിൻ, ഒരു മനുഷ്യനും ഇല്ല, യകൂന ലഹു ഇബിലുൻ ഔ ബഖറുൻ, അവന് ഒട്ടകമോ ആടോ മാടോ ഉണ്ടാകും, എന്നിട്ട് ലാ യുഅദ്ദി ഹഖഹാ, അതിൻ്റെ നിർബന്ധ ബാധ്യത അവൻ വീട്ടിയിട്ടില്ല. അങ്ങനത്തെ ഇബിലോ ബക്കറോ ഗനമോ ഒരതിലുണ്ടാകൂല, ഇല്ല ഉത്തിയ ബിഹാ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആ ജീവിയെ കൊണ്ടുവരപ്പെട്ടിട്ടല്ലാതെ ആലമമായ കൂൻ, അതുണ്ടാകുന്നതിൽ ഏറ്റവും വണ്ണമായ നിലയിലും, അസ്മനഹു ഏറ്റവും തടിച്ചു കൊഴുത്ത നിലയിലും, കുറച്ച് മെലിഞ്ഞ ഒട്ടകാണെങ്കിലും തടിച്ചൊട്ടകായിട്ടാണ് കാരണം മാസറിൽ വരും. അതതിൻ്റെതായിരിക്കുന്ന കാൽപാദങ്ങൾ കൊണ്ട് ഇവനെ ചവിട്ടുന്നു. പശുവൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൊമ്പുകളെ കൊണ്ടവനെ കുത്തുന്നു. ഇതൊക്കെ എന്തെല്ലാം കഴിഞ്ഞ ഇങ്ങനെ തന്നെ അതിലുണ്ടായിനി. പിന്നെ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ തഅകുമുൽ മുസദ്ദിഖു, സകാത്ത് പിരിക്കുന്ന ആൾ നിങ്ങളുടെ അടുക്കൽ വന്നാൽ,
ഫല്യസ്ദുർ അൻകും വഹുവ അൻകും റാദ്. അയാൾ നിങ്ങളെ തൊട്ട് പിരിഞ്ഞു പോകട്ടെ, അദ്ദേഹം നിങ്ങളെ തൊട്ട് തൃപ്തിയുള്ളവനായിട്ട്. അയാൾ പോകുമ്പോൾ സന്തുഷ്ടനായി കൊണ്ട് പോട്ടെ. പിന്നെ റവാഹു മുസ്ലിം അൻ അബ്ദുല്ലാഹി ഇബ്നു അബീ ഔഫാ റളിയല്ലാഹു അൻഹു ഖാല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഉ ഖൗമുൻ യുസദ്ദിഖു എന്താണ് ബിസദഖത്തിഹിം ആണല്ലേ. ഇതാ താവ് കൗമും നിങ്ങൾക്ക് ഒരു കൗമ് വന്നാൽ ബിസദഖത്തിഹിം അവരുടെ സക്കാത്തുമായിട്ട് വന്നാൽ തങ്ങളായിരുന്നോ കാല പറയാറുണ്ടായിരുന്നു അല്ലാഹുമ്മ സല്ലി അലാ ആലി ഫുലാൻ, അല്ലാഹുവേ ആലു ഫുലാനിക്ക് നീ എന്ത് ചെയ്യണേ, പുറത്തു കൊടുക്ക, എന്താണ് നീ നീ ഗുണം ചെയ്യണേ എന്ന്, നീ റഹ്മത്ത് വർഷിപ്പിക്കണേ എന്ന് ദുആ ചെയ്യും. ഫാത്താഹു പിന്നെ അബീന ആ പിന്നെ സ്വതക്കയുമായിട്ട് എൻ്റെ ഉപ്പ വന്നോ. പിന്നെ പിന്നെ ഫഖാല അപ്പോൾ തങ്ങൾ പറഞ്ഞു അല്ലാഹുമ്മ സല്ലി അലാ ആലി അബി ഔഫ എന്നങ്ങ് ദുആയിരുന്നു. മുത്തഫഖുൻ അലൈഹി. വഫീ റിവായത്തിൻ റിപ്പോർട്ട് കാണാം ഇദാ അത്താർ റജുലുൻ നബിയ, മുത്തനബിൻ്റെ അടുത്ത് ഒരാൾ വന്നാൽ ബിസദഖത്തിഹി അദ്ദേഹത്തിൻ്റെ സക്കാത്തുമായിട്ട് വന്നാൽ കാല തങ്ങൾ പറയും അല്ലാഹുമ്മ സല്ലി, അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണേ അലൈഹി ഇദ്ദേഹത്തിനിക്ക്. പിന്നെ അല്ലാഹ് വഅൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ അല്ലാഹു മുത്തനബി ഒരിക്കൽ പിരിവാരനാക്കി അയച്ചു അല സ്വതക്കത്തി സക്കാത്തിൻ്റെ മേലിൽ. ഫഖീല അപ്പോൾ പറയപ്പെട്ടു മുനി ഇബ്നു ജമീൽ വഖാലിദ് ഇബ്നുൽ വലീദ് വൽ അബ്ബാസു. പിന്നെ ഇബ്നു ജമീലിനിക്കും പിന്നെ ഖാലിദ് വലീദിനും അബ്ബാസിനും എന്ത് ചെയ്തില്ല, സക്കാത്ത് കിട്ടിയിട്ടില്ല. പിന്നെ വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറ, മുത്തനബി ഉമർ എന്നവരെ പറഞ്ഞയച്ചു അല സദഖത്തി സക്കാത്ത് പിരിക്കാൻ. ഫഖീല മുത്തനബിൻ്റെ ഹദറത്തിൽ ഒന്നാണ് പറയപ്പെട്ടു മന ഇബ്നു ജമീലിൻ വഖാലിദ് ഇബ്നുൽ വലീദി വൽ അബ്ബാസി, മൂന്നാൾ സക്കാത്ത് വരങ്ങിയിട്ടുണ്ട് നബിയെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു മാ യൻഖിമു ഇബ്നുൽ ജമീൽ, ഇബ്നു ജമീൽ സക്കാത്ത് തരാൻ വെറുക്കുന്നില്ല. ഇല്ലാ അന്നഹു ഫാന ഫഖീറൻ, അദ്ദേഹം ഒരു ഫഖീറായി എന്നതല്ല എന്ന കാരണത്തിനാലല്ലാതെ. അദ്ദേഹത്തെ കഥയിൽ നിർബന്ധമല്ല, കാരണം ഒരാൾ ഫഖീറാണ്. ഫഅഗ്നാഹുല്ലാഹു റസൂലുഹു, അല്ലാഹും അല്ലാഹുവിൻ്റെ റസൂലും അദ്ദേഹത്തെ ഗനിയാക്കി മാറ്റി. ഫഅമ്മ ഖാലിദുൻ, അപ്പോൾ ഖാലിദോ ഫഇന്നകും തദ്ലിമൂന ഖാലിദാ, നിങ്ങൾ ഖാലിദിനോട് ദുൽമാണ് ചെയ്യുന്നത്. ഫഖദ് ഇഹ്തബസ ദിറാഅഹു, അദ്ദേഹത്തിൻ്റെ അങ്കികൾ അദ്ദേഹം വഖഫ് ചെയ്ത മനുഷ്യനാണ്. വഅതദഹു ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ സബീലിൽ അദ്ദേഹം ഒരു സാമഗ്രി വെച്ചതാണ്. അമ്മൽ അബ്ബാസ്, അപ്പോൾ അബ്ബാസ് എന്നവരോ അതെൻ്റെ അമ്മാണ്. ഫഹു ഫഹിയ അലയ്യ, അദ്ദേഹത്തിൻ്റെ സക്കാത്തിൻ്റെ ബാധ്യത എൻ്റെ മേലിലാണ്. മിഥിലുഹാ മഅഹ, അതിൻ്റെ പുറമെ അതിൻ്റെ മിഥിലും കൂടി എൻ്റെ മേലിൽ ബാധ്യതയാണ്. തുമ്മക്കാല, പിന്നെ തങ്ങൾ ചോദിച്ചു യാ ഉമർ, ഉമറെ അമാ ശർത്ത, താങ്കൾക്കറിയൂലേ എന്ത് അന്നമർ റജുലു സിൻബു അബീഹി, റജുലിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ വാപ്പാൻ്റെ അതേ പോസ്റ്റിലാണ്. മുത്തഫഖുൻ അലൈഹി. വൻ നബി ഹുമൈദിൻ സഈദി റളിയല്ലാഹു അൻഹു ഖാല ഇസ്താമല നബിയു, മുത്തനബി പണിക്കാരനാക്കി റജുലൻ മിനൽ അസ്ദി, അസ്ദ് ഗോത്രത്തിൽപ്പെട്ട ഒരാളെ, യുഖാലുഹു ഇബ്നു ലുത്ബിയ, ഇബ്നു ലുത്ബിയ എന്ന് പേരുള്ളതായിരിക്കുന്നവർ അസ്ദ് ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ മുത്തനബി പണിക്കാരനാക്കിയ സ്വതക്കത്തി സക്കാത്ത് പിരിക്കാൻ. നാട്ടുകൂടെ ഇങ്ങനെ നടന്നിട്ട് ആരൊക്കെ വീട്ടിലാണ് സക്കാത്ത് നിർബന്ധമുള്ള വസ്തുക്കൾ മനസ്സിലാക്കിയാണ് സക്കാത്ത് പിരിക്കാൻ വേണ്ടിയാണ് ഇബ്നു ലുത്ബിയ എന്നറിയുന്ന ആളെന്താക്കി, പണിക്കാരനാക്കി. എന്നിട്ട് എന്താ ഇബ്നു ലുത്ബിയ കാട്ടിയെന്ന് അറിയുങ്ങൾ ഫലമ്മാ കദിമ, അങ്ങനെ അയാൾ മുന്നിട്ട് വന്നപ്പോൾ കാല, അത് പറഞ്ഞു ഹാദാലക്കും, ഇതാ ഈ പോക്കറ്റ് കയ്യിലടാ, ഇതാ ഇത് ഇങ്ങേക്കാം, അത് വെക്കാത്താട്ടോ, ഇങ്ങേക്ക് ഈ സീസൺ, ഇത് ഹാദാലി അല്ലേ, ഹാദാ ഉഹുദിയലി, ഇത് ഹദി കെട്ടിയാണ്, ഇതെനിക്ക് ഹദി കെട്ടിയതാണ്, ഇത് വെക്കാത്താണ്. ഫഖതബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി മിമ്പർമ കയറിയിട്ട് നല്ലൊരു പ്രസംഗം. ഫഹമിദല്ലാഹ വസന അലൈഹി, അള്ളാഹനെ സ്തുതിച്ചിട്ട് അള്ളാഹനെ പോയിട്ട് പറഞ്ഞിട്ട് സുമ്മക്കാല തങ്ങൾ പറഞ്ഞു അമ്മാ ബഅദ്,
അങ്ങനെ പറയില്ലേ? ആ, ഫൈനി അസ്താമിരു രിജാലം മിൻകും വലാ ഉമൂർ, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരാളപ്പം ചില ആളുകളെ നമ്മൾ ജോലിക്കാരനാക്കും. അല ഉമൂരിമ്മിമ്മ വല്ലാനി അള്ളാഹു, അള്ളാഹുവിനെ ഏൽപ്പിച്ച പണികളിൽപ്പെട്ട ചില പണികളുടെ മേലിൽ ഞാൻ എന്താവും, നിങ്ങൾപ്പെട്ട ചില ആളുകളെ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാക്കും. സർക്കാർ ഉദ്യോഗസ്ഥനാക്കും. ആ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങാൻ പറ്റുമോ നോക്കുക. പിന്നെ ഫയത്തി അഹദും, നിങ്ങൾ ഒരാൾ വരും, ഫയക്കൂലോ, എന്നിട്ട് ആ ഉദ്യോഗസ്ഥൻ പറയും ഹാദാലക്കും, ഇത് നിങ്ങൾക്കാണ്, ഇത് സർക്കാർക്ക് കിട്ടിയാണ്. എന്നിട്ടോ വഹാദിഹി ഹദിയ, ഇത് ഹദിയാണ്, ഉഹുദിയത്ത് ഇലയ്യ, എനിക്ക് ഹദിയ ലഭിച്ചതാണ്. ഫഹല്ല ജലസവ്യത്തിയ ബിഹിയ ഓത്തി ഉമ്മിഹി, ഓനോൻ്റെ വാപ്പാൻ്റെയോ ഓൻ്റെ ഉമ്മാൻ്റെയോ വീട്ടിലൊന്ന് ഇരുന്ന് നോക്കട്ടെ. എന്നിട്ട് വെന്തൂറുവോനെ നോക്കട്ടെ, യുഹുദാ ലഹു അം ലാ, ഓന് ഹദിയ ലഭിക്കുമോ ഇല്ലേ നോക്കട്ടെ. ആ, ഓൻ പരിയിൽ നിൽക്കട്ടെ, എന്നിട്ട് ഹദിയോട് വരുമോ നോക്കട്ടെ. ആ, വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ തടി ഏതൊരല്ലാൻ്റെ മേലാണോ ആ അള്ളാഹുവാണേ സത്യം. ലാ യഖുദു അഹദും മിൻഹു ശൈഅൻ, സക്കാത്തിൽ നിന്ന്, സക്കാത്തായിട്ട് ലഭിച്ചതിൽ നിന്ന് ഒരു ഷൈഇനെ ഒരാൾ പിടിക്കൂല. ഇല്ലാ ജാഅ ബിഹി യൗമൽ ഖിയാമ, അത് നാവുമായിട്ട് അവൻ അന്ത്യനാളിൽ വന്നിട്ടല്ലാതെ, യഹ്മിലുഹു അലാ റഖബതിഹി, അവൻ്റെ പെരടിൻ്റെ മേൽ അതിന് ചുമന്നുകൊണ്ട് അവൻ വരും. ഇൻകാന ബഈറൻ ഔ റുഹാഅൻ ലഹു റുഹാഉൻ ഔ ബക്കറൻ ലഹു ഖുവാറുൻ ഔ ഷാത്തൻ തൈഅറു യത്അറു എന്നതിലുള്ള നിങ്ങളെങ്ങനെ, നിങ്ങൾ തൈഅറു അല്ലേ, എൻ്റെ യത്അറു എന്നായിരിക്കും, അത് തൈഅറു ആയിക്കാറും. അത് പിന്നെ പിന്നെ ശബ്ദിക്കുന്നതായിരിക്കുന്ന ഒരു ഒട്ടകമാണെങ്കിൽ, അവൻ്റെ ഒട്ടകമാണെങ്കിൽ അത് അത് അവൻ്റെ കഴുത്തിലുണ്ട്, പെരടിയിലുണ്ടാകും. അല്ല, ഒരു കരയുന്നതായിരിക്കുന്ന ആടാണെങ്കിൽ ആ ആടുണ്ടാകും. അതല്ല, ഒരു വരമ്പുന്നതായിരിക്കുന്ന ഒരു മാടാണെങ്കിൽ അതുണ്ടാകും. അതോ എൻ്റെ പെരടി തൂക്കിയിട്ടോ വരും. സുമ്മറഫായതഹി, പിന്നെ തങ്ങൾ കൈ അങ്ങ് ഉയർത്തി. അത്താറ അയിന, എത്രത്തോളം ഞങ്ങൾ കണ്ടു. തൈബത്തൈഹി, കക്ഷത്തിൻ്റെ വെളുപ്പ് ഞങ്ങൾ കണ്ടു. സുമ്മകാല, പിന്നെ നിങ്ങൾ പറഞ്ഞു അല്ലാഹു അല്ലാഹുവേ ഹൽ ബല്ലഗ്തു, എന്നോട് എത്തിക്കാൻ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ ഈ ഉമ്മത്തിൽ എത്തിച്ചു കൊടുത്തിട്ടില്ലേ അല്ലാഹ്. അല്ലാഹുമാൽ ബല്ലഗ്തു, രണ്ടാം വട്ടം പിന്നെയും അല്ലാഹുവിനോട് പറയാണ്, പടച്ചോനെ ഞാൻ എത്തിച്ചിട്ടില്ലേ. മുത്തഫഖുൻ അലൈഹി. അൽ ഖത്താബി പറയാണ് ഒഫി കൗലിഹി ഹല്ലാ ജലസി വൈത്തി ഉമ്മിഹി അബിഹി, മുത്തരവിൻ്റെ വാക്കിലുണ്ട് എന്താ ഉമ്മാൻ്റെ വാപ്പാൻ്റെ പരി ഇരുന്ന് നോക്കിക്കൂടെ എന്ന ആ കൗലിലുണ്ട്. ഫെൻലുറു ആയുഹുദ ഇലൈഹി അംല എന്ന വാക്കിലൊരു ദലീൽ ലക്ഷ്യമുണ്ട്. അല അന്ന കുല്ല അംറിൻ യുതദറഉ ബിഹി ഇലാ മഹദൂരിൻ, ഹറാമിലേക്ക് മാധ്യമമാകുന്ന ഏത് കാര്യവും ഫഹുവ മഹദൂറുൻ, അതും ഹറാമ് തന്നെയാണ്. വകുല്ലു ദഖീരിൻ ഫിൽ ഉഖൂദ്, ഇടപാടുകളിൽ പ്രവേശിക്കുന്ന ഏതൊരാളും എന്തുറുവ നോക്കണം. ഹല്യക്കൂൻ ഹുക്കുമുഹു ഇന്ദൽ ഇൻഫിറാദി ഹുക്കുമി ഇന്ദൽ ഇഖ്തിറാനി, ഒറ്റക്ക് ചെയ്യുമ്പോഴുള്ള വിധിയും മറ്റൊരാളുടെ കൂടെ കൂടുമ്പോഴുള്ള വിധി പോലെ തന്നെയാണോ എന്ന് നോക്കണം. അംല അല്ലേ എന്ന് നോക്കണം. ഹക്കദാ ഫി ശറഇ സുന്ന, ഇങ്ങനെ ശറഇ സുന്നയിലുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ നോക്കണം. അതുകൊണ്ടാണ് പഴയ മൂല്യന്മാരും വലിയ മുഹറബി ആലിമീങ്ങളൊക്കെ വീഡിയോ പോയി സാധനം വാങ്ങുമ്പേ ഉസ്താദാ വിചാരിച്ചാണ് വില കുറച്ച് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യൂല, മൂപ്പര് ഉസ്താദിക്കാന്ന് പരരുതിട്ടോ എന്ന് പറയും. ഖാദിമിന് എന്ത് പറഞ്ഞയക്കുമ്പോൾ, സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ എന്തേ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിന് ആലിമീങ്ങളുടെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ മാതിരിയാണ്. ഇപ്പോൾ ഇതിലൊക്കെ അങ്ങനെ എല്ലാത്തിനും ഉണ്ട്. ആ ഒരു പിന്നെ ഒരു കരുതൽ. വാൻ നദിയിബിന്, പിന്നെ ഹുമൈറ ഹിമീറ അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇസ്തഅമൽനാഹു മിൻകും അലാ അമലിൻ, നിങ്ങൾപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും പണിൻ്റെ മേൽ ഞാൻ പണിക്കാരനാക്കിയാൽ ഫഖതംന, എന്നിട്ടോ പൂത്തി വെച്ചാൽ, വിഹയത്തൻ, ഒരു സൂചി പൂത്തി വെച്ചാൽ ഇത് തരാതെ ചെറിയ സാധനം പറഞ്ഞാൽ, അല്ലാതെ സൂചിക്ക് സക്കാത്തിൻ്റെ ആയിട്ട് പറഞ്ഞാലല്ല. എന്നിട്ട് ഫമാ ഫോക്കഹു, അല്ലെങ്കിൽ അതിൻ്റെ മേലുള്ളതെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൻ്റെ വിഷയത്തിൽ മേലെ, അപ്പം അധികാരം അതിനും ചെറുത് എന്നാവും. ആ, അത്ര സാധനം പൂത്തി വെച്ചാൽ കാന കുലൂലൻ, അതൊക്കെ എന്ത് തന്നെയാണ്, അത് പിന്നെ ഇത് കുലൂലാണ്. ഖുർആനിലെ കുലൂൽ പറഞ്ഞല്ലോ, മൻ കല്ല ഫമൻ കല്ല യൈത്തി ബിമാ കല്ല യൗമൽ ഖിയാമ എന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ, ആ കുലൂലിൽ പെട്ടതാണ്. വനീമത്ത് സ്വത്ത് പിന്നെ പൂത്തിക്കണേനാണ് എന്താ അറിയല് കുലൂല്. കാരണം ഭയങ്കര തെറ്റാകുന്നുണ്ട് കുലൂല്.
ഗനീമത്ത് സ്വത്ത് ഓരിച്ചു കൊടുക്കണമല്ലോ ക്യാപ്റ്റൻ. അപ്പോൾ ഗനീമത്ത് സ്വത്ത് കിട്ടിയോ വല്ല പൂത്തി വയ്ക്കുക, പിന്നെ സ്വർണ്ണം എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ വല്ല ഡോർഗീസിക്ക് ഇടുക, എല്ലാവരും കാണാതെ. ആ ജാതി പരിപാടിക്കാൻ എന്താ പറയുക, ഒലൂല് എന്ന് പറയാം. ആ ഒലൂലിന് ഗൗരവമായ ശിക്ഷ ഖുർആനിലും പറഞ്ഞത് ഹദീസിലും വന്നത്. ആ ഒലൂലിൽ പെട്ടതാണ് ഒരു സൂചി പൂത്തി വെച്ചാൽ അതുവരെ ബിഹി അതിനെ കൊണ്ടുവരും യൗമൽ ഖിയാമ. റവാഹു മുസ്ലിം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽ ഫസ്ലു സാനി അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല. ഇബ്നു അബ്ബാസ് എന്നൊരു പറയാണ്, ലമ്മാ നസലത്ത് ഹാദിഹിൽ ആയത്തു, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ. ഏതാണ് ആയത്ത്? വല്ലദീന യക്നിസൂന അസ്സഹബ വൽ ഫിദ്ദ. അല്ല ആയത്ത, ആയത്തിനെ കുറിച്ച് നമ്മൾ ഓതിയില്ലേ ഇന്നലെ. ആ ആയത്ത് ഇറങ്ങിയപ്പോൾ ഖബ്റദാലിക്കാത് വല്ലാത്ത വിഷമമായി അലൽ മുസ്ലിമീൻ, സ്വഹാബത്തിൻ്റെ മേലിൽ ഇല്ലാതെ വിഷമമായി. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം എന്നാ പറയുന്നത്. അലീമായ അദാബുണ്ട്. സ്വർണം വെള്ളിയും പാത്തക്കാൻ പറ്റൂല കൂട്ടിങ്ങീരെ. ഔ ശരിയല്ലേ? കിട്ടുക സ്വർണം വെള്ളിയൊക്കെ അള്ളാഹുവിന്റെ സബീലിൽ ചെലവാക്കണം. പാത്തച്ചാൽ എന്താവും? അദാബിൻ അലീം ഉണ്ടാവും. ഇതാണ് കേട്ടപ്പോ ഫഖാല ഉമറു, ഉമർ പറഞ്ഞു, ആരും ബേജാറാണ്ട, അന ഉഫരിജു അൻകും, നിങ്ങളെ തൊട്ട് ഞാൻ തുറവടിപ്പാടുണ്ടാക്കിത്തരും. എന്നിട്ട് ഫന്തലക്കാം മുപ്പര് മുത്തരബിൻ ഹദറത്തേക്ക് പോയി. ആര്? ഉമർ റളിയല്ലാഹു അൻഹു. ഫഖാല യാ നബിയല്ലാഹ്, അള്ളാഹിൻ്റെ നബിയെ, ഇന്ന വിഷയമായിട്ടും കാര്യം ഖബറാലാസ്വാബിക്കാതിയില്ലായ, ഈ ആയത്ത് അവിടുത്തെ സഹാബത്തിൻ്റെ മേൽ കുറച്ച് വിഷമമായിട്ടുണ്ട് നബിയേ. ഫഖാല തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലം യഫ്രിദ് സകാത ഇല്ലാ ലിയുതയ്യിബ മാ ബഖിയ മിൻ അംവാലിക്കും. അള്ളാഹു സക്കാത്തിനെ ഫറലാക്കിയിട്ടില്ല എന്തിനു വേണ്ടിയല്ലാതെ, സമ്പത്തിൽ നിന്ന് ബാക്കിയായതുണ്ടല്ലോ അതിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയല്ലാതെ. കുറച്ച് കൊടുക്കുന്നത് ബാക്കിയുള്ള വൃത്തിയാക്കാനാണ്. വൈന്നമാ ഫർദൽ മവാരീഥ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തര സ്വത്തിനെ തീരുമാനിച്ചിട്ടുണ്ട്. വദക്കറ കലിമത്തൻ ലിതകൂന ലിമൻ ബഅദകും. പിന്നെ വദക്കറ കലിമത്തം, നിന്റെ കലിമത്തും പറഞ്ഞിനു ലിതകൂന ലിമൻ ബഅദകും, ശേഷമുള്ളൊരു ഗുണമാക്കാൻ വരുന്ന വാക്കും പറഞ്ഞു. എനിക്ക് ഓർമ്മല്ല, റിപ്പോർട്ടർ പറയണേ. പിന്നൊരു വാക്കും പറഞ്ഞിനു, ആ വാക്ക് എനിക്ക് ഓർമ്മല്ലായിട്ടാ. ഫഖാല ഉമറു, പിന്നെ ഫഖാല ഈ റാവി പറയാണ്, ഫകബ്ബറ ഉമറു, സന്തോഷം കൊണ്ട് ഉമർ അങ്ങ് തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ എന്നാണ്. പിന്നെ സുമ്മ ഖാല ലഹു അലാ ഉഖ്ബിറുക, ഉമറേ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ, ബിഖൈരിമാ യക്നിസുൽ മർഉ, ഒരു മനുഷ്യൻ സൂക്ഷിക്കുന്ന സൂക്ഷിപ്പിൽ ഏറ്റവും ഹൈറായ സൂക്ഷിപ്പ് സ്വത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലതിന് യക്നിസൂന എന്നല്ല അവിടെ പറഞ്ഞ്. കൻസ് എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് ഇങ്ങനെ വെക്കണേനാണെന്ന് അറിയാം, കൻസ് അറിയാം. എന്നാൽ കൻസിൻ്റെ കൂടെ ഏറ്റവും നല്ല കൻസ് എനിക്ക് പറഞ്ഞു തരണോ? അതല്ല മർഅത്തു സ്വാലിഹ, ഒരു സ്വാലിഹത്തായിരിക്കുന്ന സത്വൃത്തയായ ഭാര്യയാണ്. ഇതാ നദറയിലേഹ സർറത്തുഹു, അവളിലേക്ക് ഇനി ഒന്ന് നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. വൈദാമറഹ അത്വാഅത്തുഹു, നീ അവളോട് വല്ലതും കൽപ്പിച്ചാൽ അവൾ നിനക്ക് അനുസരിക്കും. വൈദാ ഗാബ അൻഹ, അവളെ തൊട്ട് നീ മറഞ്ഞാൽ ഹഫിളത്തുഹു, അല്ലേ? ഈ ഭർത്താവിനെ അവളെന്ത് ചെയ്യും? ഭർത്താവ് പിന്നെ അവിടെ ഭർത്താവ് വാര്യത്തൊട്ട് മറഞ്ഞുവാൽ, പുറത്തെവിടെയും പോയാൽ ഭർത്താവിനെ അവൾ സൂക്ഷിക്കും. റവാഹു അബൂ ദാവൂദ. വൻ ജാബിർ ബിൻ അതീഖ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയതീകും റുകൈബ മുബല്ലൂൻ, നിങ്ങൾക്ക് വരും, ആര് വരും? റുകൈബും, ചെറിയ ഒരു വാഹന സംഘം വരും. മുബാലൂന, ബോൾ വക്കപ്പെടുന്ന ചെറിയ സംഘം നിങ്ങളടുത്ത് വരും. ഫൈദാ ജാഊക്കും, ആ സംഘം നിങ്ങളടുത്ത് വന്നു കഴിഞ്ഞാൽ ഫർഹിബൂ ബിഹിം, അവർക്ക് നിങ്ങൾ മംഗളമർപ്പിക്കണം. വഹല്ലു ബൈനഹും വ ബൈനമാ യബ്തഊൻ, അവരുടെ ഇടയിലും അവർ തേടി വരുന്നതിനിടയിലും നിങ്ങൾ ഒഴിച്ചിടണം.
ഫൈൻ അദലൂലി ഫലിയംഫുസിഹിം, അവർ നീതി ചെയ്താൽ അതിൻ്റെ ഗുണം അവർ നഫ്സുകൾക്ക് തന്നെയാണ്. വൈൻ ലലമു, അവർ ദുൽമാണ് ചെയ്യുന്നതെങ്കിൽ ഫലൈഹിം, അതിൻ്റെ കേടും അവരുടെ നഫ്സുകൾക്ക് തന്നെയാണ്. വാർലോഹുമാരെ തൃപ്തിയാക്കണം. ഫൈന തമാമ സകാത്തിക്കും റിളാഹും, നിശ്ചയമായിട്ട് നിങ്ങൾ സക്കാത്തിൻ്റെ പരിപൂർണത എന്ന് പറഞ്ഞാൽ ആ വാങ്ങിപ്പോകുന്നവരുടെ റിളയാവുന്നു. വലിയ ദുഴൂലക്കും, ആ വാങ്ങിപ്പോകുന്നവർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത് കൊള്ളട്ടെ. സക്കാത്ത് വാങ്ങുന്നവർ കൊടുത്തവർക്ക് എന്ത് ചെയ്യണം? ദുആ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല സക്കാത്തിൻ്റെ കമാൽ എന്ന് തമാം എന്ന് പറഞ്ഞാൽ ആ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് സംതൃപ്തിയാകുക എന്നുള്ളതാണ്. റവാഹു അബൂ ദാവൂദ. വാൻ ജരീർ ബിൻ അബ്ദില്ലാഹി അന്നഹു ഖാല ജാഅ നാസുൻ, ഒരു സംഘം ആളുകൾ വന്നു. യൈനി, ആ നാസോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പിന്നെ മിനൽ അഅറാബി, ആദിവാസികളിൽപ്പെട്ടതായിരിക്കുന്ന കുറച്ച് ആൾക്കാർ വന്നു ഉദ്ദേശിച്ചത്. അങ്ങോട്ട് വന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ ഹദ്റത്തേക്ക് കുറച്ച് ആൾ വന്നു. ഫഖാലു, അവർ പറഞ്ഞു, ഇന്നനാ സമ്മിനൽ മുസദ്ദിഖീൻ യതൂന്ന ഫയദ്ലിമൂന്ന. ഓല് പറഞ്ഞു, സ്വതക്ക പിരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ഓല് ഞങ്ങളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ഞങ്ങൾ ശരിക്കാട്ടെ എഴുത്തൂനനാവ് എതിലിമൂനനാന്നുണ്ടാകുക. അത് ഓല് ഈ അറബികളല്ലേ, അത് ഇവിടെ ഇവലല്ലേ, ആര് അറാബികളല്ലേ. അപ്പോൾ ഓല അറബി എത്ര ഉണ്ടാവുന്നില്ല, അത്ര ഒപ്പിച്ച് പറയുന്നുമില്ല. ഓല് എഴുത്തൂന്ന വെതിലിമൂന്ന, ഓല് ഞങ്ങൾ വരും, ഞങ്ങൾ ഉൽമയ്യുണ്ട്. ഫക്കാല, അപ്പം തങ്ങൾ പറഞ്ഞെന്താ അറിയോ? അറുളോ മുസദ്ദിഖീക്കും, നിങ്ങൾ സക്കാത്ത് പിരിക്കാൻ വരുന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? തസ്ദീഖ് ചെയ്യണം, വാസ്തവമാക്കണം. കാലു യാ റസൂലല്ലാ, അപ്പോൾ അവർ ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലേ, വൈൻ ലലമൂന, ഓല് ഞങ്ങളോട് ദുൽമ ചെയ്യുകയാണെങ്കിലും ഓലെ ഞങ്ങൾ തൃപ്തിയാക്കി വിടണോ ചോദിച്ച്. കാലാറുള്ളോ മുസദ്ദിഖിയക്കും, അത് വേണമെന്ന് പറഞ്ഞു. പിന്നെ സക്കാത്ത് പിരിക്കാൻ വരുന്ന ആളുകൾ തൃപ്തിയാക്കി വിടണം. വൈ ദുൽമ ചെയ്യപ്പെട്ടാലും ശരി, കുറ്റം കിട്ടണം, ആരും വാങ്ങിക്കോട്ടെ, ഓല് നോക്കിക്കോട്ടെ. റവാഹു ദാവൂദ. വൻ ബഷീർ ഇബ്നുൽ ഹസാസിയ അന്നഹു ഖാല ഖുൽന, ഞങ്ങൾ പറഞ്ഞു, ഇന്ന അഖില സദഖത്തി യഅതദൂന അലൈന, സക്കാത്ത് പിരിക്കാൻ വരുന്ന ആളുകൾ ഞങ്ങൾ മേൽ അതിരുട്ട് അടക്കുന്നുണ്ട്. പിന്നെ അവർ അതിരുട്ടടക്കുന്നതിൻ്റെ കതിർ കണ്ടുകാണ്ട് മംഗസംഘത്തിൽ നിന്ന് ഞങ്ങൾ പൂത്തി വെക്കാൻ പറ്റുമോ നബിയേ? കാലലാ, തങ്ങൾ പറഞ്ഞു പറ്റൂല. റവാഹു ദാവൂദ. നമ്മളെന്താ കണക്കെന്താണ്? 200 മിസ്കാലുണ്ടായ എത്ര കൊടുത്താൽ മതി? പിന്നെ 10 മിസ്കാൽ, എത്ര? 5 മിസ്കാലല്ലേ? 200 മിസ്കാൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ എത്ര കൊടുത്താൽ മതി? 5 മിസ്കാൽ കൊടുത്താൽ മതി. 20 മിസ്കാലുണ്ടെങ്കിൽ അര മിസ്കാൽ കൊടുത്താൽ മതി. അത് ഞങ്ങളെയൊക്കെ നോലി ഇലവ് എന്ത് വാങ്ങും? 200 മിസ്കാലിന് 20 മിസ്കാലൊക്കെ വാങ്ങും. അപ്പോൾ ദുൽമല്ലേ ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ? കഴിഞ്ഞ 2 പ്രാവശ്യം വാങ്ങാൻ വരുമ്പോൾ മനസ്സിലാവുമല്ലോ വില എങ്ങനെക്കാരം വാങ്ങിയാണ്. അപ്പോൾ അതിന് കുറച്ച് പൂത്തിച്ചു, കാട്ടിക്കൊടുക്കാതെ വല്ലേ പൂത്തിച്ചു. അങ്ങനെ കാട്ടിക്കോടെ ചോദിച്ചു. അത് പറ്റൂല. ഒരു ദുൽമച്ചുണ്ടെങ്കിൽ കുറ്റം ഒരു ആയിക്കോട്ടെ, നിങ്ങളെന്ത് ചെയ്യാൻ പറ്റൂല? പൂത്തിവെപ്പ് കടത്തിങ്ങാണ്ട് എന്ത് ചെയ്യണ്ട, നിങ്ങൾ അങ്ങനെ ഒരു പുതിയ നീതി ഉണ്ടാക്കണ്ട. വാൻ റാഫി ബിൻ ഖദീജ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ആമിലു അല സദഖത്തി ബിൽ ഹഖ്ഖി കൽ ഗാസി ഫീ സബീലില്ലാഹ്, സക്കാത്തിൻ്റെ മേൽ നിയമപ്രകാരം പണിയെടുക്കുന്ന പണിക്കാരൻ കൽ ഗാസി ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന യോദ്ധാവിനെ പോലെയാണ്. ഹത്താ യർജിഅ ഇലാ ബൈതി, തൻ്റെ വീട്ടിലേക്ക് മടങ്ങുവോളം. റവാഹു അബൂ ദാവൂദ് തിർമിദിയു. പിന്നെ അംർ ബിൻ ശുഐബ് ബിൻ നബീഹി അൻ ജദ്ദിഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ജലബ വലാ ജനബ. വാൻ യാടട്ട അംർ ബിൻ ശുഐബ് ബിൻ നബീഹി അൻ ജദ്ദിഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറയാൻ, ലാ ജലബ, വലിച്ചു കൂട്ടാൻ കൽപ്പിക്കലില്ല. എങ്ങനെയാണോ? കുറച്ചപ്പുറത്ത് പോയിക്ക, എന്നാ നിങ്ങളാ നിൻ്റെ പിന്നെ ഒട്ടകത്തെയും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് നിറഞ്ഞാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വലിച്ചോണ്ടാൻ പറയാം. അത് പറ്റൂല. വല ജനബ, നിങ്ങളൊക്കെ മാറിയെന്നാണ് നിറഞ്ഞാണ്ട് ഓരൊക്കെ മാറ്റി നിർത്തിയാണ്, ഞാൻ കണക്കെടുക്കട്ടെ, നിങ്ങൾക്ക് മാറിക്കിടാറിനോട് അതും പറ്റൂല.
പിന്നെയോ വലാ തോഹത് മാത്രം ഇനി പറയട്ടെ, വലാ തോഹത് സദക്കാത്തിഹിം, അവിടെ സക്കാത്ത് പിടിക്കപ്പെടരുത് ഇല്ലാ ഫീ ദുവരിഹിം, അവിടെ വീടുകൾ വെച്ച് കണ്ടല്ലാതെ. ശരി. റവാഹു അബൂ ദാവൂദ്. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇസ്തഫാദ മാലൻ ഫലാ സകാത്ത ഫീഹി ഹത്താ യഹൂല അലൈഹിൽ ഹൗലു. മൻ ഇസ്തഫാദ മാലൻ, ആരെങ്കിലും മുതലിനെ സമ്പാദിച്ചാൽ ഫലാ സകാത്ത ഫീഹി, അതിൽ സകാത്ത് ഉണ്ടാവൂല ഹത്താ യഹൂല അലൈഹിൽ ഹൗലു, അതിന് മേൽ വർഷം കഴിഞ്ഞടക്കുന്നത് വരെ. ഒരു വർഷം കഴിഞ്ഞിരുന്നെങ്കിൽ എന്തുണ്ടാവുള്ളൂ? സക്കാത്ത് നിർബന്ധമാവുള്ളൂ. റവാഹു തിർമിദി വദക്കറ ജമാഅത്തും, ജമാഅത്ത് പറഞ്ഞു എന്ത്? അന്നഹും വഖഫുഹു അലാ ഇബ്നു ഉമർ, ഇത് റസൂലുള്ള പറഞ്ഞല്ല, ഇബ്നു ഉമർ വരെ എത്തിയിട്ടുള്ളൂ, റസൂലുള്ളാഹിലേക്ക് മുട്ടിയിട്ടില്ല എന്ന് ചില ഒരു സംഘം ഇമാമിങ്ങൾ പറയുന്നുണ്ട്. വഅൻ അലി റളിയല്ലാഹു അൻഹു അന്നൽ അബ്ബാസ്, അബ്ബാസ് എന്നവര് സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ ചോദിച്ചു, വി തഅജീലി സദഖത്തിഹി, തൻ്റെ സക്കാത്ത് നേരത്തെ കാലത്ത് കൊടുക്കുന്നതിനെ പറ്റി ചോദിച്ചു. ഖബ്ലൻ തഹില്ല, ഹുലൂലിൻ്റെ മുമ്പ് അഥവാ ടൈമാകുന്നതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്താലോ, ഞാൻ നേരത്തെ ഇപ്പോൾ റംളാൻ മാസത്തെ ചെറുനാളിന് കൊടുക്കേണ്ടത് റംളാൻ തന്നെ കൊടുത്തെങ്കിലോ നബിയൻ ചോദിച്ചിന മാതിരി, അല്ലെങ്കിൽ കൊല്ല തികടിന് മുമ്പ് തന്നെ സക്കാത്ത് കൊടുത്തേക്ക്, അത് കൊടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ റഹസലഹു ഫീ ദാലിക, ആ വിഷയത്തിൽ മുത്തനബി എഴുതി കൊടുത്തു. കുഴപ്പമൊന്നുമില്ല, മാസം കാണുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക. എൻ്റെ വരിയിൽ എങ്ങനെ കൊടുക്കുക? സക്കാത്ത് കൊടുക്കൽ തന്നെ മാസം കണ്ടിട്ട് കൊടുക്കൽ. ആ, ഞങ്ങളുടെയൊക്കെ 27 കഴിഞ്ഞാണ് കൊടുക്കല. പിന്നെ റവാഹു ദാവൂദ് തിർമിദി ഇബ്നു മാജാ വദാരിമി അൻ അംർ ഇബ്നു ശുഐബ് അൻ നബി അൻ ജദ്ദി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതബ അന്നാസ, മുത്തനബി ജനങ്ങളോട് പ്രസംഗം നടത്തി. ഫഖാല, തങ്ങൾ പറഞ്ഞു, അലാ ഏയ് മൻ വുല്ലിയ യതീമൻ, ആർക്കെങ്കിലും ഒരു യതീമിനെ ചുമതലവർക്ക് നൽകപ്പെട്ടാൽ, ലഹുമാലുൻ, ആ യതീമിന് മുതലുണ്ട്, അങ്ങനത്തെ ഒരു യതീമിനെ ആർക്കെങ്കിലും ഒരു വലിയാക്കപ്പെട്ടാൽ, ഫൽ യത്തജിർ ഫീഹി, ആ മുതൽ അവൻ കച്ചവടം നടത്തട്ടെ. വലായത്തുറുക്കുഹു, അതിനൊഴിച്ചിടരുത്. എത്താ തൗക്കുലഹു സദക്ക, സക്കാത്ത് അതിനെ തിന്ന് തീർക്കുന്നത് വരെ. നല്ല യതീം കുട്ടിയാണേ, പാപ്പ മരിച്ചു, സ്വത്തൊക്കെ പിന്നെ ആയിരുന്നാ ആ കുട്ടീൻ്റെ ആണ്. എന്നിട്ട് ഈ സക്കാത്ത് ആ മുതൽ അങ്ങനെ നിന്ന് 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 എന്ത് ചെയ്യുന്നറിയോ, കൊല്ല സക്കാത്ത് കൊടുത്ത് അങ്ങനെ തീർന്നു പോകാം. അതിന് നിൽക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? ഒരു ബിസിനസ്സോ കച്ചവടമോ എന്തെങ്കിലും ഒക്കെ നടത്തിക്കാണ്ട് എന്ത് ചെയ്തോട്ടെ, അത് വികസിപ്പിക്കട്ടെ. ആ, റവാഹു തിർമിദി വഖാല ഫീ ഇസ്നാദിഹി മഖാലുൻ, ഇതിൻ്റെ പരമ്പരയിൽ കുറച്ച് പറയാണ്ട്. ഇല്ല, അന്നൽ മുസന്നബിന് സബാഹി എന്നാൽ ലൈഫിന് ആൾ ദുർബലനാണ്, അതുകൊണ്ട് ഇതെന്ത് ചെയ്യണ്ട, ഇപ്പം എന്ത് ചെയ്യണ്ട, കൊട്ടിപ്പാടാൻ നിൽക്കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. الفصل الثالث عن أبي هريرة رضي الله عنه أنه قال لما توفي النبي صلى الله عليه وسلم, മുത്തനബി വഫാത്തായപ്പോൾ, വസ്തുഖ്ലിഫ അബൂബക്കറിൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാജാധികാരം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ, ബഅദഹു, നബിക്ക് പിറകെ, നബിതങ്ങൾ ഇവിടെ പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ എല്ലാവരും കൂടിയിട്ട് എന്താക്കി, ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചു. കഫറമൻ കഫറ മിനൽ അറബി, അറബികളിൽ നിന്നും മുർത്തദ്ദാവുന്നവരൊക്കെ മുർത്തദ്ദായി. കുറച്ച് ആൾക്കാർ ഇസ്ലാം പുറത്തു പോയി. നബിയോ മരിച്ചേ, എന്നാ ഈ ഇന്ത്യക്ക് ഞാനില്ലോ, കാരണം ഓലെ വിചാരിച്ചാൽ എന്താ, നബി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, മരിച്ചാൻ പാടില്ല, ഖിയാമത്ത് വരെ ജീവിച്ചിരിക്കുന്ന ആളാന്നൊക്കെ സങ്കല്പിച്ച കേൾക്കാരെ. ഖുർആൻ തന്നെ പാടും പറയും, ഇന്നൊക്കെ മയ്യത്തും ഇന്നഹും മയ്യത്തൂൻ, നബി ഞങ്ങൾ മരിക്കുന്ന ഇവിടെ തന്നെ പറഞ്ഞ്, മയ്യ നബിമാരൊക്കെ മരിച്ചു, നിങ്ങളായിട്ട് ബാക്കിയാവും, നിങ്ങളും മരിക്കുമെന്ന് ചെയ്തിട്ടുണ്ട്, അള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ ഹയാത്ത് കാലത്ത് തന്നെ ആയത്തിറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഓതുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ നബിയോ ഫാത്താവേ, എന്നാ ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ് പറഞ്ഞാണ്ട് കുറേ ആൾക്കാർ മുർത്തതായി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അബീബക്കരിൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ എന്നവർ ചോദിച്ചു, കൈഫ് തുഖാത്തിലുന്നാസ, നിങ്ങളെങ്ങനെ ഈ ജനങ്ങൾക്കെതിരെ കിത്താലുകൾ യുദ്ധം ചെയ്യലെങ്ങനെ? സിദ്ദീഖ് എന്നവരുടെ ഇറങ്ങിയില്ലേ? സിദ്ദീഖ് എന്നവർ ചില നേരത്തെ സ്ട്രോങ് ആയിക്കാരം, ആൾ സാധുവാൻ വിചാരിച്ചിട്ട് കാര്യമില്ല. മൂപ്പര് സ്ട്രോങ് ആകേണ്ട നേരത്ത് മൂപ്പർ സ്ട്രോങ് ആകും. മൂപ്പര് ചോദിച്ചു, മൂപ്പരോട് ഉമർ എന്നോട് ചോദിച്ചിട്ട്, നിങ്ങളെങ്ങനെ ഈ ജനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുക ചോദിച്ചു. വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞത്, ഉമിർതു അൻ നുഖാത്തിലന്നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ തയ്യാറാകുന്നത് വരെ കിത്താൽ നടത്തണം എന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്. ഫമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസമീനി മാലഹു അനഫ്സഹു, അവൻ്റെ മാലിനെ നഫ്സിനെയും ഒക്കെ അവൻ കാത്തു എന്നല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. ഇല്ലാ ബി ഹക്കിഹി, ഹക്ക് പ്രകാരമല്ലാതെ. വെറുതെ ഒരാളെന്ത് ചെയ്യാൻ പാടില്ല, കൊല്ലാൻ പാടില്ല.
വേറെ സമ്പത്ത് പിടിക്കാൻ പാടില്ല. ഹിസാബുഹു അലല്ലാ, ഹിസാബ് അള്ളാഹിൻ്റെ മേലില്ലാന്നല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തയ്യാറായാൻ എന്ത് ചെയ്യാൻ പാടില്ല? കൊല്ലാൻ പാടില്ല എന്നല്ലേ. പിന്നെ എങ്ങനെ നിങ്ങൾ ഇവർക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങണമെന്ന് ചോദിച്ചു. ഫക്കാല ഫക്കാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, വല്ലാഹി അള്ളാഹു ആണ് സത്യം, ലുഖാത്തിലെന്ന നിശ്ചയമായിട്ട് ഞാൻ കിത്താൽ നടത്തും മൻ ഒരു സംഘത്തിൻ്റെ എതിരെ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാ, നിസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെ ഇടയിൽ വ്യത്യാസം വരുത്തിയവനക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യും. സക്കാത്ത് തരാനുള്ളത് തന്നില്ലെങ്കിൽ യുദ്ധം ചെയ്ത് വാങ്ങും നമ്മളെ. ആ ഇന്ന സക്കാത്ത് ഹക്കുൽ മാൽ, സമ്പത്തിൻ്റെ ഹക്കാണ് സക്കാത്ത്. വല്ലാഹി അള്ളാഹു ആണ് സത്യം, ലൗ മനഊനി അനാക്കൻ, ഒരു ആട്ടുംകുട്ടിനെങ്ങാനും പോലെ എനിക്ക് മുടക്കിയാൽ, സക്കാത്ത ഇങ്ങോട്ട് ആട്ടുംകുട്ടി കിട്ടാണെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഹാനുഅദ്ദൂനഹായില റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുവിലേക്ക് അവർ വീട്ടിയിരുന്ന ഒരു ആട്ടുംകുട്ടിനെ അവർക്ക് വിളങ്ങിയാൽ ലക്കാത്തത്തുഹും വലാമൻ ഇഹ്യാ, അത് മുടക്കി വിളങ്ങിയതിൻ്റെ പേരിൽ ഞാൻ അവർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യും. കാല ഉമർ, ഉമർ എന്ന് പറയാണ്, വല്ലാഹി അള്ളാഹുവാണ് സത്യം, മാഹുവ ഇല്ല റായിത്തു, മാഹുവ സംഭവമല്ല, ഇല്ല റായിത്തു ഞാൻ എനിക്ക് തോന്നിയത് അല്ലാതെയല്ല. എന്താ തോന്നിയത്? അന്നല്ലാഹ ഷറഹ സദറ അബീ ബക്കർ, സിദ്ദീഖ് അള്ളാഹിൻ്റെ മനസ്സ് അള്ളാഹു തുറന്നു കൊടുത്തിട്ടുണ്ട് ലിൽ കിതാലിലേക്ക്. അതാണ് അതിന് കാരണം. ഫറഫ്തു ഞാൻ മനസ്സിലാക്കി, അന്നഹുൽ ഹഖ്, സിദ്ദീഖ് എന്നവർ മനസ്സിലാക്കിയതാണ് സത്യം, എനിക്ക് മനസ്സിലായി. മുത്തഫഖുൻ അലൈഹി. വഅൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ യകൂനു കൻസു അഹദിക്കും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങളിൽ ഒരാൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായിരിക്കുന്ന സ്വർണവും വെള്ളി കണ്ട അങ്ങനത്തെ സൂക്ഷിപ്പ് സ്വത്തുക്കളെ കണ്ട് അതൊക്കെ ആയി മാറും. എന്തായി മാറും? ശുജാഅൻ നഖറായി മാറും. യഫിറു മിന്നു സാഹിബുഹു, അതിൻ്റെ ഉടമക്കാരൻ അതിന് കാണുമ്പോൾ ഓടിമറയും. പാമ്പിനെ കണ്ട മണ്ടൂലേ? ഓൻ്റെ അടുത്ത് തൊള്ളൊളിക്കുകയാണേ, ഓൻ്റെ സ്വർണ്ണം വെള്ളിയൊക്കെ പാമ്പായി കാണ്ട്. പിന്നെ വേത്തുലുബുഹു, അങ്ങനെ അത് അവനെ തേടിപ്പിടിക്കും. വയൽക്കിബുഹു, പിന്നെ അത് അസാബിയെന്നോ പെരുമാറി ഹത്താ യുൽക്കിമഹു അസാബിയഹു, യുൽക്കിമുഹു അസാബിയഹു, അവനെ അവതോ അവൻ്റെ വെല്ലിനെ അത് വിഴുങ്ങുന്നത് വരെ. റവാഹു അഹ്മദ്. പിന്നെ വാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല മാ മിൻ റജുലിൻ, ഒരു മനുഷ്യൻ തന്നെ ഇല്ല, ലാ യുഅദ്ദി സകാത്ത മാലിഹി, അവൻ മാലിൻ്റെ സക്കാത്തിനെ വീട്ടൂല, അങ്ങനത്തെ ഒരാളും തന്നെ ഇല്ല. ഇല്ലാ ജഅലല്ലാഹു യൗമൽ ഖിയാമത്തി ബൈനഹു ഹിജാഅ, ആ സമ്പത്തിനെ അള്ളാഹു അവൻ്റെ പെരടിയിൽ ഒരു സർപ്പമാക്കിയിട്ടല്ലാതെ. സുമ്മ ഖറഅ, പിന്നെ തങ്ങൾ ഓതി, പിന്നെ അല്ലെ ഞങ്ങൾ വിലോതി മിസ്താഖഹു, ആ നബിതങ്ങൾ പറഞ്ഞ ആ ഹദീസിനെ വാസ്തവമാക്കുന്നതായ ഒരായത്തിനെ ഓതി മിൻ കിതാബില്ല, അല്ലാഹുവിൻ്റെ ഖുർആനിൽ നിന്ന്. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹും മിൻ ഫദ്ലിഹി വ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും സയതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. അങ്ങനെയല്ലേ അല്ല ആയ. റവാഹു തിർമിദി വന്നസായി വഇബ്നു മാജ. ഫനായിഷ റളിയല്ലാഹു അൻഹാ കാലത്ത് സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞ ഞാൻ കേട്ടു, ആയിഷ ബീവിയ പറയണത്, മാഹാലത്തി സകാത്തു മാലങ്കത്തു, സകാത്ത് അവൻ്റെ സമ്പത്തിനോട് കലരുകയില്ല, കത്തു തീരെ തന്നെ ഇല്ല, ഖിലഖത്തുഹു, ആ സക്കാത്ത് ആ സമ്പത്തിനെ പൂർണ്ണമായും തകർത്തിട്ടല്ലാതെ. ഒരു സക്കാത്തിന് ബന്ധമുള്ള മുതലുണ്ട്, അങ്ങടെ ആ സക്കാത്ത് എന്ത് ചെയ്തില്ല, കൊടുത്തില്ല, അങ്ങടെ അതും കൂടി കലർത്തി അങ്ങനെ ജീവിച്ചു മുന്നോട്ട് കൊണ്ടങ്ങനെ പോകും, അങ്ങനെ തിന്നുന്നു. എന്നാൽ ആ പാവങ്ങളുടെ ഹക്ക് അതിൽ കലർന്നൊക്കെയല്ലേ, ആ സാധനത്തെ ആകെ നശിപ്പിക്കും. പിന്നെ അവർ നശിപ്പിക്കും, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവും കൊടുക്കും ചെയ്യും. വൽ ബുഖാരിയു ഫീ താരീഖി വൽ ഉമൈദിയു വഖാല, ഉമൈദി പറയാണ്, ഖാല യകൂനു ഖദ് വജബ അലൈക സദഖ ഫലാ യുഖ്രിജുഹാ ഷഹീഖുൽ ഹറാമുൽ ഹലാൽ. ഈ ഹദീസിൻ്റെ മാന എന്താണെന്നറിയോ? യകൂനു കാര്യമാകും, ഖദ് വജബ അലൈക സദഖത്തുൻ, നിന്റെ മേൽ സക്കാത്ത് നിർബന്ധമായിരുന്നു, ഫലാ തുഖ്രിജുഹാ, എന്നിട്ട് അതിനെ നീ പാവങ്ങൾക്ക് പുറപ്പെടുവിക്കണില്ല, ഫയുഹ്രിക്കുൽ ഹറാമു വൽ ഹലാല, അങ്ങനെ ഹറാമായ അംശം ഹലാലായ ഭാഗത്തിനും കൂടി കേടുവരുത്തും എന്നാണ് അതിൻ്റെ മാന. പിന്നെ വഖദ് ഇഹ്തജ ബിഹി മൻ യറാ തഅല്ലുഖ സകാത്ത് ബിൽ ഐനി, ഇനി ഫിഖ്ഹിയ മസലയുടെ കൂടെ പറയണത്. വഖദ് ഇഹ്തജ ബിഹി, ഈ ഖൗല് കൊണ്ട് ഹിജ്ജത്ത് പിടിച്ചു, മൻ ചില ഫുഖഹാക്കൾ, യറാ അവരുടെ അഭിപ്രായപ്പെടും, തഅല്ലുഖ സകാത്തി സകാത്ത് ബന്ധിക്കലിനെ ബിൽ ഐനി, ആ സമ്പത്തിന് ഐനിനോടാണ് ബന്ധിക്കുന്നത്, ആരല്ല മുസക്കിൻ്റെ ദിമ്മത്തിനോടല്ല ബന്ധിക്കുന്നത്, ആ സക്കാത്തിൻ്റെ ഐനിനോടാണ് എന്ത് ബന്ധിക്കുന്നത്, സക്കാത്ത് ബന്ധിക്കുന്നത് എന്ന് പറഞ്ഞ ആളുകൾ ഇതുകൊണ്ട് ലക്ഷ്യം പിടിക്കും. ഹഖദാ ഫിൽ മുന്തഖ,
വറവാസ് ബൈഹഖിയ്യു ഫി ശുഅബുൽ ഈമാൻ അൻ അഹ്മദ് ബിൻ ഹംബലിൻ ബിസ്നാദിഹി ആയിഷ ബീവിയിലേക്ക് മുട്ടുന്ന പരമ്പരയോട് കൂടി അഹ്മദ് ബിൻ റളിയല്ലാഹു അൻഹു തൊട്ട് ശുഅബുൽ ഈമാൻ ബൈഹഖി റിപ്പോർട്ട് ചെയ്യണത് വഖാല അഹമ്മദ് എന്നൊരു പറഞ്ഞു ഫി ഹാലത്തത്ത് ഹാലത്തത്ത് എന്നതിൻ്റെ കാര്യത്തിൽ എങ്ങനെ മാഹാലത്തത്തിൽ സക്കാത്ത് പറഞ്ഞില്ലേ അഹാലത്തത്ത് എന്ന ലഫ്ദിൻ്റെ കാര്യത്തിൽ അഹമ്മദ് എന്നൊരു പറയാണ് തഫ്സീറുഹു തഫ്സീർ അന്ന റജുല ഒരു മനുഷ്യൻ യഹുദു സക്കാത്ത സക്കാത്തിനെ അവൻ വാങ്ങും വഹുവ മൂസിറുൻ വലിയുൻ അവൻ സമ്പന്നനും മുതലാളിയുമാണ് വൈന്നമാഹിയരിൽ ഫുഖറ ഏത് സ്ഥിതിയിൽ അത് പാവങ്ങൾക്കുള്ളതാണ് എന്നിട്ട് ഇവൻ പാവായി അഭിനയിച്ച് കണ്ടെന്ത് കാട്ടും സക്കാത്ത് വാങ്ങും അപ്പം എന്താകും അവന് ഇങ്ങോട്ട് അതുകൊണ്ട് വേണ്ടി ഓരോ മുതൽക്കാൻ കൂട്ടും. ഇവ യഥാർത്ഥത്തിൽ മുതലിന് സക്കാത്ത് വാങ്ങാൻ അവകാശപ്പെട്ട ആളല്ല. ഇവർ അഹമ്മദ് തഫ്സീറ പറഞ്ഞ കേട്ടോ, സക്കാത്ത് അർഹതയില്ലാത്ത ഒരാളെന്ത് കാട്ടി സക്കാത്ത് ഉണ്ടായപ്പോൾ വാങ്ങാൻ അർഹനാണെന്ന് പറഞ്ഞാണ്ട് വാങ്ങിങ്ങാണ്ടെന്ത് കാട്ടി ഓൻ്റെ മുതൽക്കാൻ കൂട്ടിയാൽ ഈ സക്കാത്ത് ഏക്ക് കൂടി മറ്റേ മുതൽ ഓൻ്റെ വാക്ക് ഹലാലായ മുതലേക്ക് കൂടി അതോടുകൂടി അപ്പോൾ ആ മുതൽ ആകെ കേടുന്ന്. ഇങ്ങനെയാണ് ഇതിൻ്റെ തഫ്സീർ എന്തുകൊണ്ട് പറഞ്ഞു മാമീങ്ങളുണ്ട്. ആദ്യം പറഞ്ഞ പ്രകാരം സക്കാത്ത് നിർബന്ധമുള്ള മുതൽ അതിന് കൊടുക്കാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കൂടി കേടുവരും എന്നാ പറഞ്ഞ തഫ്സീർ. അത് പ്രകാരം വെച്ച് കാണ്ടാണ് എന്ത് ചെയ്ത് ഈ മാമീങ്ങൾ ചെറു താലൂക്ക് സക്കാത്ത് അതിന് സക്കാത്തിനോട് ഇത് ബന്ധിക്കും, പിന്നെ സക്കാത്ത് ബന്ധിക്കും, അതിനൊരു മാലിനോട് ബന്ധിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞതൊക്കെ. അപ്പോൾ ബാബാണ് കഴിഞ്ഞില്ലേ.